करेंगे। प्रभु का दास, हम आपको स्वागत करते हैं हमारे बीच में। प्रभु आपको आशीष दे। आगे का 45-50 मिनट आपको प्रभु का वचन बोलने के लिए। थैंक यू सर। ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर की अति पवित्र नाम को महिमा मिलने पाए। അനുഗ്രഹിക്കപ്പെട്ട വൈകിയ സമയം രേണുകൂട്ടിലുള്ളതായ ചർച്ച ബോർഡ് സഭയുമായും പ്രത്യേക കർത്താവിന്റെ ശ്രേഷ്ഠദാസനോടും കുടുംബത്തോടും ദൈവമക്കളോടും ഒപ്പമായിരിക്കാൻ കർത്താവിനെ സഹായിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. रेणुकोट कलिसिया के साथ आज शाम को मुझे होने के लिए प्रभु ने मुझे अवसर दिया। मैं प्रभु को धन्यवाद करता हूँ। എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള എന്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. मेरा आवाज सुनने वाला हर एक को मैं प्रभु यीशु मसीह की पवित्र नाम में वंदन देता हूँ। ഒന്ന് രണ്ട് അവസരങ്ങളിൽ നിങ്ങളോടൊപ്പം ദൈവവചനം ഷെയർ ചെയ്യുവാൻ കർത്താവ് എനിക്ക് അവസരം നേരത്തെ തന്നിട്ടുണ്ട്. अलग अलग टाइम में आपके साथ वचन को मनन करने के लिए प्रभु ने मुझे अवसर दे रहा है। വീണ്ടും കർത്താവ് ഇങ്ങനെ ഒരു അവസരം തന്നതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. एक बार और अवसर प्रभु के वचनों को लेकर रहने के लिए मुझे अवसर दिया। मैं प्रभु को धन्यवाद करता हूँ। നാം ദൈവവചനം ഷെയർ ചെയ്യുന്നത് നമ്മുടെ പ്രശസ്തിക്കോ അല്ലെങ്കിൽ നമ്മുടെ പബ്ലിസിറ്റിക്കോ വേണ്ടിയല്ല, കർത്താവിന്റെ നാമ മഹത്വത്തിനു വേണ്ടി മാത്രമാണ്. हम लोग वचन जो दूसरे को बोलते हैं, सबके सामने बोलते हैं, वो हमारी नाम के लिए नहीं, प्रभु की महिमा के लिए हम करते हैं। നാം ഒന്നുമല്ല, നമ്മുടെ വിദ്യാഭ്യാസം ഒന്നുമല്ല, നമ്മുടെ കഴിവുകളൊന്നുമല്ല, നമ്മെ നിർത്തിയിരിക്കുന്ന ഒരു കർത്താവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. हम लोग जो वचन जो शेयर करते हैं, हालेलुया, नाम अपने लिए नहीं, वो कि हम परमेश्वर की नाम को महिमा के लिए कि हम बिल्कुल शून्य बनकर प्रभु की नाम को हम लोग महिमा करना चाहिए। അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. थोड़ी देर की वचन की मनन के लिए हम एक वचन को पढ़ेंगे। 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 2-3 വാക്യം ഒന്ന് വായിക്കാം. दूसरा कोरिन्थियों की पत्री उसका 11 अध्याय 2 और 3 2 और 3 पढ़ेंगे। क्योंकि मैं तुम्हारे विषय में ईश्वरीय धुन लगाए रहता हूँ, इसलिए कि मैंने एक ही पुरुष से तुम्हारी बात लगाई है कि तुम्हें पवित्र कुंवारी के समान मसीह को सौंप दूं, परंतु मैं डरता हूं कि जैसे सांप ने अपनी चतुराई से हव्वा को बहकाया, वैसे ही तुम्हारे मन उस सिधाई और पवित्रता से जो मसीह के साथ होनी चाहिए कहीं भ्रष्ट ना किए जाए। आमीन। ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. प्रभु की महिमा हो। ഇവിടെ ഇപ്രകാരം നമ്മൾ വായിച്ചു കേട്ടതായ വാക്യം, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. मैं यहाँ हमने पढ़ा है, मैं तुम्हारी विषय में ईश्वरीय धून लगाए रहता हूं। ദൈവത്തിന്റെ ദാസനായ അപ്പോസ്തലനായ പൗലോസ് കോരിന്തിലെ ദൈവസഭയ്ക്ക് എഴുതുന്നതായ ലേഖനമാണ് നാം വായിച്ചതായ ലേഖനം. प्रेरित पौलुस कोरिन्थियों की कलीसिया को लिखा हुआ पत्री है, जो उसमें से 2 वचन है जो अभी हम पढ़ा। പൗലോസ് ഈ ലേഖനം എഴുതുന്നതായ സമയത്ത് സഭയിൽ അനേകം ദുരുപദേഷ്ടാക്കന്മാർ കടന്നു വന്ന് ആവശ്യമില്ലാത്ത പല പഠിപ്പിക്കലുകളും സഭയിൽ കടന്നു വന്നതിന്റെ കാരണത്താലാണ് അദ്ദേഹം ഇങ്ങനൊരു ലേഖനം എഴുതിയത്. जब उस समय अलग अलग लोग अलग अलग रीति से वचन को प्रभु यीशु मसीह के बारे में, कलीसिया के उपदेश के बारे में गलत रीति से लोगों को शिक्षा दे रहा था, उससे कलीसिया को बचाने के लिए प्रेरित पौलुस इस तरीके का पत्री को लिखा। അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ ദൈവത്തിന്റെ എരിവോടെ നിങ്ങളെ കുറിച്ച് എരിയുന്നു. प्रेरित पौलुस कहता है, मैं ईश्वरीय धुन में लगाए रहता हूं तुम्हारे लिए। പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മെ കുറിച്ച് എരിവുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. हमारे भी बारे में एक धुन लगाने वाला एक परमेश्वर की सेवा हम करते हैं। നാം പലപ്പോഴും കരുതും, പലപ്പോഴും പല ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോൾ കരുതും, കർത്താവിന് എന്നെ കുറിച്ച് ഒരു ചിന്തയില്ല, ദൈവം എന്നെ ഓർക്കുന്നില്ല, ദൈവം എന്നെ അറിയുന്നില്ല എന്നൊക്കെ പലപ്പോഴും നാം ചിന്തിച്ചു പോകാറുണ്ട്. जब हमारी जीवन में मुश्किल परिस्थितियों को जब हम सामना करते हैं, कभी कभी हम ये मन में ये कहना शुरू हो जाए, तो पिताजी आप मुझे ध्यान नहीं दे रहे हो क्या, इस तरीके का बातों को हमारे मन में आ जाता है।
എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം നമ്മെക്കുറിച്ച് എരിവുള്ളവനാണ്. അവൻ സദാ നമ്മെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു നല്ല ദൈവമാണ് നമുക്കുള്ളത്. हालेलुया। यहाँ वचन के अंदर लिखा है, प्रभु हमारे ऊपर धुन लगाए रहा हुआ है, क्योंकि वो चाहता है कि हम लोग प्रभु में हालेलुया आगे बढ़े। ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് ഹൃദയത്തിൽ ഉണ്ടാകുന്ന കത്തലാണ് എരിവുണ്ടാകുക എന്ന് പറയുന്നത്. कोई भी एक विषय में जो मन के अंदर जो बहुत बड़ा हालेलुया विचार होता है, उसी को बोलता है धुन लगाना। അപ്പോസ്തല പ്രവർത്തനം 22-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു താൻ എരിവുള്ളവനാണെന്ന്. प्रेरित पौलुस का बारे में लिखा है, प्रेरितों का काम 22:3 में ये बोला हुआ है, मैं तो यहूदी मनुष्य हूँ जो किलिकिया के तरसुस में जन्मा, परंतु इस नगर में गमलियों के पावों के पास बैठकर पढ़ाया गया और बाप दादों की व्यवस्था की ठीक रीति पर सिखाया गया और परमेश्वर के लिए ऐसी धुन लगाए था जैसे तुम सब आज लगाए हो। आमीन। അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ ദൈവത്തെ കുറിച്ച് എരിവുള്ളവനായിരുന്നു. ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിച്ച് എരിവുള്ള ഒരു യഹൂദനാണ് ഞാൻ. हालेलुया। प्रेरित पौलुस यहाँ लिखा है, मुझे परमेश्वर की व्यवस्था के बारे में बहुत बड़ा मैं धून लगा कर लगे रहते थे। ന്യായപ്രമാണത്തെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പഠിച്ചിരുന്ന കാര്യം അത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഗ്രഹിക്കുന്നതിനു മുൻപ് ആ ന്യായപ്രമാണ പ്രകാരം ദൈവസഭയെ ഉപദ്രവിച്ചിരുന്ന വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. यीशु मसीह को ग्रहण करने से पहले प्रेरित पौलुस हालेलुया व्यवस्था के अनुसार चलते थे, उसी की वजह से सुसमाचार के विरुद्ध में कार्य करते थे। इतना अपने अंदर धुन लगा हुआ था व्यवस्था के बारे में। പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കുറിച്ച് എരിവുള്ള, നമ്മെ കുറിച്ച് സദാ ചിന്തിക്കുന്ന ഒരു നല്ല കർത്താവാണ് നമുക്കുള്ളത്. हालेलुया। हम हमेशा ये विचार करना है हमारे बारे में अच्छे से हालेलुया क्या बोलते हैं, धुन लगाने वाला है हम जिसका सेववासना करते हैं, जो परमेश्वर। ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. प्रेरित पौलुस कोरिन्थियों का पत्री 2 कोरिन्थी 12 का 2 पे लिखा है कि ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് मैं तुम्हारे बारे में धुन लगाई इसलिए हुई, मैंने एक ही पुरुष से तुम्हारी बात लगाई है कि तुम पवित्र कुंवारी की नहीं मसीह को सौंप दूं। പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ നമുക്ക് 3 കാര്യങ്ങൾ ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നുണ്ട്. ഒന്ന്, നമ്മെ കുറിച്ച് നാം അറിവുള്ളവരായിരിക്കണം. यहाँ हम 3 बातों के बारे में हमको जानकारी मिलता है। सबसे पहले है हम लोगों को हमारे बारे में अच्छे से जानकारी हमारे दिल में होना चाहिए। ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്നുള്ളതായ ഒരു ബോധം നമുക്ക് നമ്മെ കുറിച്ച് ആദ്യമേ ഉണ്ടാകണം. हम कौन हैं, हम क्या है, हमारे बारे में एक अच्छे से होश, अच्छे से एक सुबोध हमारे अंदर होना चाहिए। പലപ്പോഴും നാം പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ട്, ഞാൻ കൃമിയാണ്, പുഴുവാണ്, ഒന്നുമല്ല, പൊടിയാണെന്നൊക്കെ പലപ്പോഴും നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി കാണിക്കാൻ വേണ്ടി പറയാറുണ്ട്. हम कभी कभी प्रार्थना करते वक्त हम अपने आप को छोटा दिखाने के लिए बोलते हैं, पिताजी मैं कीड़ा हूं, मैं धूल हूं, मैं मिट्टी हूं, मैं वो हूं, ये हूं करके कभी कभी हम बोल देते हैं। എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, നാം ക്രിസ്തു എന്ന ഏക പുരുഷന് നിശ്ചയിക്കപ്പെട്ട മണവാട്ടികളാണ്. हालेलुया। हम ये जानकारी जरूर होना चाहिए, हम मसीह के लिए सौंपा हुआ व्यक्ति है, एक निर्मल कुंवारी की तरह। നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മറ്റുള്ളതായ വ്യക്തികളെ പോലെ നാം ആഹാരം കഴിക്കുകയും ജോലിക്ക് പോവുകയും വാഹനം ഓടിക്കുകയും അങ്ങനെ പലവിധമായ കാര്യങ്ങൾ നാം ചെയ്യുന്നുണ്ടെങ്കിലും നാം ഈ ലോക മനുഷ്യർക്ക് തുല്യരല്ല.
हालेलुया। हम ये धरती पर रहने के समय दुनिया की लोगों की तरह उठते बैठते जाते हैं, खाते पीते चलते हैं, सब कुछ है, लेकिन हम दुनिया की लोगों की तरह लोग नहीं हैं। 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. पहला पत्रोस 2 अध्याय उसका 9वां वचन हम पढ़ेंगे. അവിടെ പറയുന്നു നാം ആരാണെന്ന് അപ്പോസ്തലനായ പത്രോസ് പറയുന്നു. वहां परमेश्वर की दास हमारे बारे में वहां अच्छे से लिखा हुआ है. पर तुम एक चुना हुआ वंश और राजपदधारी, याजकों का समाज और पवित्र लोग और परमेश्वर की निज प्रजा हो, इसलिए कि जिसने तुम्हें अंधकार में से अपनी अद्भुत ज्योति में बुलाया है, उसके गुण प्रकट करो. आमीन. ഇവിടെ പറയുന്നു നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ച ഒരു കർത്താവുണ്ട്. हालेलुया. यहां बोला हुआ है हमको चुना हुआ एक प्रभु है जो अंधकार की दुनिया से बुलाया गया. ഒരിക്കൽ നാം ഇരുട്ടായിരുന്നു, ഒരിക്കൽ നാം അന്ധകാരത്തിലായിരുന്നു. എന്നാൽ അന്ധകാരത്തിൽ നിന്നും കർത്താവ് നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്നു. एक बार हम अंधकार में होते थे, लेकिन वहां से प्रभु ने हमको चुना गया, निकाला गया. ആ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു രാജകീയ പുരോഹിതരാണ് നാം. രാജകീയ ദൈവത്തിന്റെ ജനമാണ് നാം. ഒരു സെക്കൻഡ് അച്ഛാ. അപ്പോസ്തലനായ പത്രോസ് പറയുന്നു നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ വേണ്ടി. प्रेरित पत्रोस हमको बोलता है परमेश्वर इसलिए हमको अंधकार से बुलाया गया कि हम परमेश्वर की गुण को प्रकट करें. അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതരുമാണ് നാം. उसके लिए चुना हुआ एक वंश है और राज पदाधिकारी और याजकों का समाज है. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം പലപ്പോഴും ലോക മനുഷ്യരെ പോലെ നാം ഭൂമിയിൽ ജീവിക്കുന്നെങ്കിലും അവരെ പോലെ നമുക്ക് പ്രശ്നങ്ങൾ കടന്നു വരാറുണ്ടെങ്കിലും നാം രാജകീയ പുരോഹിതരാണ്. हम ये धरती पर रहते वक्त अन्य जातियों की तरह अलग अलग समस्याएं हमारे जीवन में जरूर हो सकता है, लेकिन आप मत भूलिएगा आप पक्का चुना हुआ वंश है, राज पदाधारी है, याजकों का समाज है. നാം നമ്മുടെ ചുറ്റും താമസിക്കുന്ന ആൾക്കാരുമായി എല്ലാ കാര്യങ്ങളിലും നാം സഹകരിക്കുന്നുണ്ടെങ്കിലും സഹകരിക്കുക തന്നെ വേണം. എന്നാൽ നാം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ കരുതിയിരിക്കണം, ഞാൻ എന്റെ കർത്താവിന്റെ മണവാട്ടിയാണ്, ഞാൻ കർത്താവിന്റെ സ്വന്തമാണ്. हालेलुया. हम अपनी जहां हम रहते हैं तब हमारी चारों ओर की लोगों के साथ हम मिल मिलाप करते रहते हैं, फिर भी हमको मन के अंदर ये होना चाहिए परमेश्वर के लिए अलग किया हुआ एक व्यक्ति हूं मैं करके आपके अंदर हमेशा होश होना चाहिए. കർത്താവ് നമ്മെ വ്യക്തിപരമായി അറിയുന്നു. വ്യക്തിപരമായിട്ടാണ് അവൻ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. प्रभु हमको एक एक व्यक्तियों को अलग अलग रीति से जानते हैं. एक एक व्यक्तियों को व्यक्तिगत रूप से प्रभु ने बनाया, बुलाया गया हुआ है. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, സകലതും ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഉണ്ടായി, പറവജാതി ഉണ്ടായി, ഇഴജന്തുക്കൾ ഉണ്ടായി, മൃഗങ്ങളുണ്ടായി, മത്സ്യങ്ങളുണ്ടായി, സകലതും ഉണ്ടായി. हम उत्पत्ति का किताब पहला अध्याय से जब पढ़ते हैं देखते हैं प्रभु ने बोला होने दे होने दे होने दे. हम देखे हैं धरती पर जो भी देखी अनदेखी जितना पक्षी हम जानवर सब हो चुका है प्रभु की हुक्म के द्वारा. എന്നാൽ ദൈവം കുറെ മനുഷ്യർ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഉണ്ടായതല്ല മനുഷ്യർ. लेकिन प्रभु अपनी संतानों के लिए होने दे करके हुक्म के द्वारा नहीं बनाया हुआ है. അവൻ തന്റെ തൃക്കരങ്ങളാൽ മെനഞ്ഞതാണ് നമ്മെ ഓരോരുത്തരെയും. हम लोग उनकी हाथ का बना हुआ है हम एक एक व्यक्तियों को. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ കൈകളിലെ രേഖകൾ ലോകത്തിൽ വേറെ ഒരു മനുഷ്യനും ദൈവം കൊടുത്തിട്ടില്ല. आपकी हाथ के अंदर जो रेखाएं हैं वो दुनिया में कोई दूसरे मनुष्य को आपकी जैसा रेखाएं नहीं है. ഏകദേശം 800 കോടി ജനങ്ങൾ ഭൂമിയിൽ ഉണ്ടെന്നുള്ളതാണ് കണക്ക്. ഈ 800 കോടി ജനങ്ങൾക്കും 800 കോടി ഹസ്തരേഖ അല്ലെങ്കിൽ കൈകളിലെ രേഖയാണ്
കർത്താവ് കൊടുത്തിരിക്കുന്നത്. ये धरती पर तकरीबन 800 करोड़ लोग हैं। 800 करोड़ लोगों को जो हस्तरेखा है अलग अलग रीति से प्रभु ने दिया हुआ है. ദൈവം നമ്മെ ഒരു സെപ്പറേറ്റ് ആയി ദൈവം സൃഷ്ടിച്ച് തനിക്ക് വേണ്ടി ദൈവം നമ്മെ സൂക്ഷിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. एक एक व्यक्तियों के बारे में जब बोलेगा तो आपको हमको व्यक्तिगत रूप से प्रभु अपने लिए बनाया हुआ है. പ്രിയപ്പെട്ട ദൈവജനമേ, അതുകൊണ്ട് നാം മനസ്സിലാക്കണം, നാം സാധാരണ വ്യക്തികളല്ല. നമ്മെ കുറിച്ച് ഒരു നല്ല ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഞാൻ കർത്താവിന്റെ സ്വന്തം ആണ്. हालेलुया. आपके बारे में आपको अच्छे से जानकारी होना चाहिए. आप कौन है? प्रभु आपको अलग करके व्यक्तिगत रूप से आपसे प्रभु के लिए बनाया. आप प्रभु की व्यक्ति है. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നാം മനസ്സിലാക്കണം, ഒന്ന് നമ്മെ കുറിച്ച് നമുക്കൊരു ബോധമുണ്ടായിരിക്കണം, ഒരു അറിവുണ്ടായിരിക്കണം. सबसे पहले हम अपने बारे में अच्छे से जानकारी होना जरूरी है. രണ്ട്, നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുന്നതായ ഒരു ദുഷ്ടശക്തിയുണ്ട്, അവനെ നാം അറിഞ്ഞിരിക്കണം. दूसरा बात है हमको परमेश्वर से, आपकी पिता से, जिसने आपको बनाने वाला, आपके साथ मिल मिलाप रहने वाला परमेश्वर से अलग करने वाला एक सामर्थ्य धरती पर है. उसके बारे में आपको अच्छी सी जानकारी होना चाहिए. പിശാചിന്റെ തന്ത്രങ്ങളെ അറിയുന്നവരായിരിക്കണം ദൈവവചനം. प्रभु का वचन के अंदर प्रेरित लोग बोला है, शैतान की गतिविधियों में से अनजान ना रहो. ഇവിടെ നമ്മൾ 3-ാം വാക്യത്തിൽ വായിച്ചു, എന്നാൽ സർപ്പം ഉപായത്താൽ ഹവ്വയെ ചതിച്ചതുപോലെ. हालेलुया. वहां लिखा है 11 का 3 में लिखा है, जैसे सांप ने हव्वा को चौतराई से बहकाया. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, പിശാച് ഒരിക്കലും പിശാചിന്റേതായ സ്വഭാവത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയില്ല. कभी भी आप ये मत समझना शैतान अपनी स्वभाव का द्वारा आपके सामने प्रकट होगा करके. നമുക്ക് തന്നെ അറിയാം, നമ്മളെ ചതിക്കുവാനോ വഞ്ചിക്കുവാനോ പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു വ്യക്തി നമ്മുടെ അടുത്ത് വരുന്നുവെങ്കിൽ ഒരിക്കലും അവൻ തന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുകയില്ല. ഞാൻ വഞ്ചിക്കാൻ വന്നതാ, ഞാൻ മോഷ്ടിക്കാൻ വന്നതാണെന്ന് അവൻ പറയുകയില്ല. जब आपको धोखा देने वाले के लिए, आपको बेवकूफ बनाने के लिए, आपको लूटने के लिए अगर कोई भी व्यक्ति आपसे जब दोस्ती बनाने के लिए कभी नहीं आता, क्योंकि आप पहले ही उसको पहचान लेगा. ആ വ്യക്തി എപ്പോഴും നമ്മുടെ നല്ല സഹായിയായി, നല്ല സുഹൃത്തായി, നമുക്ക് വലിയ ലാഭമുണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയോ നന്മകൾ ഓഫർ ചെയ്തുകൊണ്ടാണ് ആ വ്യക്തി നമ്മളെ ചതിക്കുവാൻ വേണ്ടി അടുത്തു കൂടുന്നത്. उस तरीके से जो व्यक्ति आपको बहकाने के लिए जो व्यक्ति आता है, वो व्यक्ति बहुत बड़ा दोस्त बनकर आपको बड़ा चढ़ाकर आपके एकदम दिल का करीब बन के आपके पास आते हैं. ദൈവമക്കളാകുന്ന നാം മനസ്സിലാക്കണം, ദുരുപദേഷ്ടാക്കന്മാർ അല്ലെങ്കിൽ വചനത്തെ വളച്ചൊടിച്ച് ദൈവകൃപയിൽ നിന്നും നമ്മെ മാറ്റുവാൻ ശ്രമിക്കുന്നവർ വളരെ നല്ല പ്രചാരകരായിട്ടായിരിക്കും നമ്മുടെ മുമ്പിൽ അവതരിക്കുന്നത്. परमेश्वर की वचन के विरुद्ध जब आपसे बात करना हो या प्रभु से आपको दूर करना हो, ऐसा है तो देखना वो इस तरीके के आगे बहुत बड़ा आप पसंद करने वाला एक प्रभु की दास की जैसा आपके पास आएगा. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കോരിന്തിലെ വിശുദ്ധ ജനത്തെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. സർപ്പം എപ്രകാരം ഹവ്വയെ ഉപായത്താൽ ചതിച്ചുവോ അതുപോലെ നിങ്ങളെയും സാത്താൻ ചതിക്കുവാൻ സാധ്യതയുണ്ട്. यहाँ प्रेरित पौलुस कोरिन्थियों की कलीसिया को बोलता है, मैं डरता हूं कि जैसे सांप ने अपनी चतुराई से हव्वा को बहकाया, वैसा ही तुम्हारे मन को भी सीधाई और पवित्रता से जो मसीह के साथ होनी चाहिए कहीं भ्रष्ट न किए जाए. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നതായ ഒരു കാര്യം, ഏത് രീതിയിലും നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുവാൻ പിശാച് ശ്രമിക്കും. അതിനുവേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. यहाँ प्रभु पौलुस हमको बताने का, हिंद देने का मतलब है, कोई न कोई तरीके से प्रभु से आपको दूर करने के लिए शैतान कोई न कोई बहाना लगाएगा आपके पीछे. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, ഹവ്വായുടെ അടുത്ത് വന്ന് വളരെ നല്ല രീതിയിൽ
ഒരു കൂട്ടുകെട്ടുണ്ടാക്കിയതിനു ശേഷം നിങ്ങൾക്ക് ദൈവത്തെ പോലെ ആകുവാനുള്ള വഴിയാണ് സാത്താൻ യഥാർത്ഥത്തിൽ പഴയ പാമ്പായ സർപ്പം പറഞ്ഞു കൊടുക്കുന്നത്. ആ പഴം പറിച്ചു തിന്നാൽ നിങ്ങൾക്ക് ദൈവത്തെ പോലെ ആകാം എന്നുള്ളതായ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. हम देखे हैं जब उत्पत्ति का किताब पहला मनुष्य को बहकाने के लिए शैतान जब आया, उनके करीब आकर उनको एक ऐसा उपाय बताया परमेश्वर से दूर करने के लिए। उनको एक बहुत बड़ी कोई चीज दे रहा है, उनको बड़ा अलग कोई चीज उनको डोनेट कर रहा है, उसी जैसा उनको बहका कर प्रभु की वचनों को उल्लंघन करने के लिए उनको धोखा दे दिया। ഹവ്വായുടെ അടുക്കൽ പിശാച് എപ്രകാരമാണോ കാര്യം അവതരിപ്പിച്ചത്, ദൈവം വാസ്തവമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചൊരു സംശയം ജനിപ്പിച്ച് എപ്രകാരം ഇടപെട്ടുവോ അതേപോലെയാണ് പ്രിയപ്പെട്ടവരെ പലപ്പോഴും സാത്താന്റെ ഉപദേശകൻ നമ്മുടെ അടുത്തും വരുന്നത് അതേ രീതിയിലായിരിക്കും. जैसे हवा के पास शैतान किस तरीके से उनको बहकाया, उसी तरीके से ये हमारे पास भी शैतान आएगा. നമ്മുടെ അടുത്ത് ചില ആൾക്കാർ വന്നിട്ട് ചോദിക്കും, ഇതെന്താ ഇങ്ങനെ ചെയ്താലുള്ള കുഴപ്പം, നിങ്ങളിൽ മാത്രമേ ദൈവമുള്ളൂ, നിങ്ങൾ ആരാധിച്ചാൽ മാത്രമേ ദൈവം കേൾക്കത്തുള്ളൂ, ഞങ്ങളുടേത് ദൈവം അല്ലയോ? ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സംശയം വരും, ശരിയാണല്ലോ, അവരാരാധിക്കുന്നതും ദൈവമല്ലേ? हमारे पास कभी कभी लोग आकर पूछेगा क्या तुम्हारा ही ईश्वर है क्या? तुम बोलते एक ही ईश्वर है क्या? हम इतनी करोड़ भारत के अंदर देखो 150 करोड़ लोग है, ये लोग सबको प्रार्थना करते, क्या वो ईश्वर नहीं है क्या? उस तरीके के आप तब सोचेगा ये तो सही बोल रहा है, हम अकेला बेवकूफ है क्या? उस तरीके से आपको घुमा फिरा कर आपको प्रभु से दूर करने के लिए कोशिश करेगा. നമുക്ക് എന്തെങ്കിലും ഒരു രോഗമോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ വരുമ്പോൾ ചിലർ നമ്മളെ സഹായിക്കാനെന്ന വ്യാജേന അടുത്തുകൂടിയിട്ട് പറയും, ഇന്ന സ്ഥലത്ത് ചെന്നാൽ മതി, അവിടെ ചെന്ന് ചരട് അല്ലെങ്കിൽ അവർ തരുന്ന എന്തെങ്കിലും സാധനം ഓതി നിന്റെ ദേഹത്ത് കെട്ടിയാൽ മതി, അത് രക്ഷ കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അതിലേക്ക് വശീകരിച്ചിട്ട് പിശാചിന്റെ ലക്ഷ്യം ഇതേ ഉള്ളൂ, ദൈവത്തിന്റെ ജനമായ നമ്മെ വഴിതെറ്റിക്കണം. हम देखे हैं जब आप कोई बीमार हो जाते हैं, थोड़ा टेंशन हो जाए, घर में कोई अशांति बाद आता है, तो कोई ना कोई आपके पास ऐसा आएगा कि आपको बहकाने के लिए, जैसे आपको लगेगा ये मेरा मदद करने के लिए आया, तब वो बोलेगा उधर जाकर मन्नत मांगो, उधर जाकर दाका डालो, उधर जाकर वो भेंट दे दो, और वो कर दो, ये कर दो करके आपकी जो परेशानी के समय पर आपको लगेगा ये आपको मदद करने के लिए आया व्यक्ति है, कर प्रभु से आपको दूर करने की कोशिश करता है. പലപ്പോഴും നാം അവർ പറയുന്നത് കേട്ടിട്ട് എന്നാ ഒന്ന് വാങ്ങിച്ചേക്കാം, അല്ലെ ഒന്ന് കെട്ടിയേക്കാം, അല്ലെ ഒരു ഏലസ് വാങ്ങിച്ച് കെട്ടിയേക്കാം എന്ന് കരുതി നാം കെട്ടിക്കഴിഞ്ഞാൽ അവിടെ പിശാച് ജയിക്കുകയാണ് ചെയ്യുന്നത്. हम लोग सोचते हैं अरे इसको बांधने से क्या होता है, हाथ में बांधने से क्या होता है, कमर में बांधने से क्या होता है. आप बिना मतलब अपनी परेशानी से कोई भी तरीके से निकलने के लिए आप क्या करेगा, कोई न कोई दाका भी का बांधेगा, उससे वो शैतान आपके ऊपर जीत पाना शुरू हो जाता है. ചിലർ ചില പ്രസാദങ്ങൾ കൊണ്ടായിരിക്കും നമ്മളെ സമീപിക്കുന്നത്, ഇന്നടുത്ത് പ്രാർത്ഥിച്ചതാണ്, ഇന്നടുത്ത് നിന്ന് ലഭിച്ചതാണ്, അതും പള്ളിയാണ്, അല്ലെങ്കിൽ അതും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് ഈ പ്രസാദം കൊണ്ട് വന്ന് നമ്മളെ കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ ജനമായ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് ഞാൻ എന്നുള്ള ബോധ്യം ദൈവമക്കളാകുന്ന നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. जब आप प्रभु में आगे बढ़ने के लिए कोशिश करते, कोई लोग क्या करते, कुछ खाने पीने का वस्तु को आपके पास लेके आएगा, ये खाओ, वो कुछ नहीं होता, ये मैंने पिछले बार खाए तो मेरा वो हो गया, ये हो गया, आपको बहका कर, मतलब आपको एकदम प्यार से, जैसे आपका करीब का बंदा है जो आपके लिए जान देने वाला, जैसा आपको लगवा कर आपसे धोखा देकर शैतान कब्जा कर देते. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ എന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്നതായ വ്യക്തി ഒരിക്കൽ ഒരു സ്ഥലത്ത് പോയിട്ട് പ്രസാദവുമായി എന്നെ സമീപിച്ചു. मैं जहां काम कर रहा था वहां का जो अधिकारी आदमी है, एक दिन मुझे ऐसे कोई वस्तु खाने के लिए दिया. ആ സ്ത്രീയുടെ അതൃപ്തി നേടണ്ട എന്ന് വിചാരിച്ച് പല ക്രിസ്ത്യാനികളും അത് വാങ്ങി ഭക്ഷിച്ചു. मेरे साथ कुछ और मसीह लोग थे, वो लोग सब उसको लेकर खाने शुरू किया. എന്നാൽ ഞാൻ ആ മാഡത്തിനോട് പറഞ്ഞു, മാഡം ഞാനിത് കഴിക്കത്തില്ല, എനിക്കിത് കഴിക്കാൻ അനുവാദമില്ല. मैंने उस मैडम को कहा, मैडम ऐसी चीजों को खाने का जो वजन हमको इजाजत नहीं देता करके हमने उनको समझाया. ആ മാഡം എന്റെ അടുത്ത് ചോദിച്ചു, നിന്റെ കൂടെ ഉള്ളവരല്ലേ, ഇവരെല്ലാരും ക്രിസ്ത്യൻസ് അല്ലേ, അവരെല്ലാം കഴിച്ചല്ലേ, ഇവരെല്ലാം മലയാളികളല്ലേ, അവരൊക്കെ കഴിച്ചല്ലേ, പിന്നെ നിനക്ക് മാത്രം എന്താ ഒരു പ്രത്യേകത?
उन्होंने ये बोला वो लोग सब मसीह लोग हैं, वो लोग खा गया, अभी तुमको अलग क्यों हैं, तुम उनके क्या अलग है क्या, ऐसा पूछने लगा। ഞാൻ ആ മാഡത്തിനോട് പറഞ്ഞു, മാഡം ബൈബിളിൽ ഒരു വാക്യമുണ്ട്, വിഗ്രഹങ്ങൾക്ക് നിവേദിച്ചത് നീ ഭക്ഷിക്കാൻ പാടില്ല. मैंने उनको उस वचन के द्वारा समझाया कि जहां जो परमेश्वर के विरुद्ध जो लोग कहते हैं, जो मूर्तियों उनके सामने चढ़ाया हुआ कोई भी वस्तु हम लोगों को खाना मना है करके प्रभु का पवित्र वचन हमको बताता है। ഞാൻ ആ മാഡത്തിന് പുതിയ നിയമത്തിന്റെ ഒരു ഇംഗ്ലീഷ് ഒരു പുതിയ നിയമം ബൈബിളിൽ ഞാൻ ആ മാഡത്തിന് കൊടുക്കുകയുണ്ടായി. मैंने वो मैडम को एक पवित्र वचन का एक कॉपी दिया. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, നാം വിചാരിക്കും ഇവർക്ക് നമ്മുടെ അല്ലെങ്കിൽ അവർ നമുക്കെതിരായി എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിയാണ് പലപ്പോഴും നമ്മളത് ചെയ്യുന്നത്. പക്ഷെ അത് ദൈവത്തിന് എതിരായി തീരുകയാണ് ചെയ്യുന്നത്. हालेलुया। लोग जब हमको ऐसे लोग जो प्यार से जो लिखे, वो लोग सोचते हैं उनकी पक्ष हम हो जाएंगे, वो हमारे अच्छे फेवर में हो जाएंगे करके सोच के हम उनके हाथ को द्वारा देता हुआ खाना पीना हम खाते, लेकिन उसके द्वारा हम प्रभु से हम दूर हट रहा है, ये ध्यान करना। പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിശാച് നമ്മിൽ പ്രവേശിക്കുവാനുള്ള അനുവാദം നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. इस तरीके का भोजन वस्तुओं को खाते पीते वक्त उस तरीके का चीजों को बांधने की वजह से शैतान को हम इजाजत दे रहा है कि हमारी शरीर में आओ. ഒരിക്കലും പിശാചിന് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുവാൻ അനുവാദമില്ല. നാം അനുവദിക്കാതെ അവന് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. जब तक आप इजाजत नहीं देगा, शैतान आपकी जीवन में कभी भी नहीं आ सकता. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അവിടെ ഒരു വ്യക്തിയിൽ സാത്താൻ കടന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. लूको रचित सुसमाचार 22 का 3 पढ़ेंगे. तब शैतान यहूदा में समाया, जो इस्करियोती कहलाता और 12 चेलों में गिना जाता था. आमीन. ആമേൻ. ഇവിടെ നാം വായിക്കുന്നു, സാത്താൻ ഇസ്കരിയോത്ത യൂദയിൽ കടന്നു. यहाँ हम पढ़ते हैं यीशु मसीह को पकड़ाने वाला इस्करियोत यूदा के अंदर शैतान प्रवेश किया करके लिखा है. സാത്താൻ കടന്നു വന്നതുകൊണ്ട് യൂദയ്ക്ക് അത് അനുഗ്രഹമായില്ല, അവനെ ഏറ്റവും ശാപഗ്രസ്തനായി തീരുകയാണ് ചെയ്തത്. शैतान उनके अंदर घुसने की वजह से वो यहूदा के लिए भलाई की बात नहीं हुआ, वो चेलों के सभी के बीच में दुनिया का सबसे बड़ा श्रापित व्यक्ति वो बन गया. പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, കള്ളൻ അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. പിശാച് നമ്മുടെ കൂടെ കൂടുന്നത്, നമ്മളെ ഉപദേശിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ല, അവൻ നമ്മെ നശിപ്പിക്കുവാൻ വേണ്ടിയാണ്. प्रभु यीशु मसीह ने बोला चोर आते हैं लूटने के लिए, खत्म करने के लिए आता है, वो हमारी भलाई के लिए नहीं आता, वो आपको जीवन को नष्ट करने के लिए आता है. അതുകൊണ്ട് ദൈവജനമാകുന്ന നാം മനസ്സിലാക്കണം, ഞാൻ ആരാണ്? ഞാൻ കർത്താവിന്റെ മണവാട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇവന്റെ തന്ത്രങ്ങളോട് നാം എതിർത്ത് നിൽക്കണം. इसलिए प्रभु की दासों और प्रभु की जनों अब हमेशा हालेलुया निरुत्तर में रहे कि मैं कौन हूं और मेरे प्रभु ने किस तरीके से मुझे धरती पर रखा है, और आपके अंदर आपके प्रभु के साथ एक व्यक्तिगत रिश्ता होना जरूरी है. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞത് ഇന്ന് സംഭവിച്ചിരിക്കുകയാണ്. हालेलुया. हाँ, प्रेरित पौलुस कोरिन्थियों का पत्र 11 के अंदर बोलता है, मैं ये डरता हूं कि तुम्हारी ओर में दूर लगाता हूं कि जैसे शैतान ने हव्वा को बहकाए उसी जैसा तुम लोगों को भी बहका ना पाए. പ്രിയപ്പെട്ട ദൈവജനമേ, അതുകൊണ്ട് നാം മനസ്സിലാക്കണം, പിശാച് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ അടുത്ത് വരുമ്പോൾ ദൈവവചനത്തിൽ ഇത് അനുവദനീയമാണോ, വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ, നമ്മൾ വചനം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ട് വേണം നാം അവനോട് ഇടപെടുവാൻ. हम लोग इसीलिए वचन को ध्यान करना, वचन को पढ़ना, वचन में चलने के लिए इसलिए जरूरी है कि जब शैतान
आपके विरुद्ध कोई न कोई उपाय, कोई न कोई बहकाने वाली बात को जब लेके आते, तब आप उसको पहचान पाए। മൂന്നാമതായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം വ്യക്തിപരമായി അറിഞ്ഞിരിക്കണം. तीसरी बात है, प्रभु यीशु मसीह को हम व्यक्तिगत रूप से जानने पाए. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. यहां प्रभु का दास प्रेरित पौलुस बोलता है, मैं आपको प्रभु यीशु के साथ आपको हालेलुया मिलाया कि आप उन्हीं का है, उनके लिए आप अलग किया हुआ व्यक्ति है करके मैं आपको बताता हूं. ഏക വ്യക്തിക്ക് വേണ്ടിയാണ് നമ്മെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നത്. हमको एक ही पुरुष के लिए हमारे को प्रभु ने, परमेश्वर ने सौंपा है. ലോകത്തിൽ ഒത്തിരിയും ദൈവങ്ങളുണ്ട്. ആ ദൈവങ്ങൾക്ക് വേണ്ടിയല്ല നമ്മെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നത്. मनुष्य बनाया हुआ, मनुष्य नाम डाला हुआ हजारों करोड़ों ईश्वर ये धरती पर है, उनके लिए नहीं. हम सिर्फ एक पुरुष है जो है प्रभु मसीह के लिए हमको अलग किया हुआ है. നമ്മുടെ കർത്താവിനെ നാം അറിയണം. അവൻ ഏക കർത്താവാണ്. हम अपनी प्रभु को जानना है, वो एकलौता प्रभु है. അവൻ ഏക വീണ്ടെടുപ്പുകാരനാണ്. वो हालेलुया एक ही व्यक्ति है जो छुटकारा दे सकता है. അവൻ ഏക രക്ഷകനാണ്. वो एक ही उद्धार करता है. അവൻ ഏക മധ്യസ്ഥനാണ്. एक ही अकेला बिछुआई है आपके लिए. അവനൊഴികെ വേറെ ഒന്നും നമുക്കില്ല. അവൻ മാത്രമാണ് നമുക്കുള്ളത്. उनके अलावा कोई नाम आपके पास नहीं है, एक ही नाम है वो. ഒരു വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നതായ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിവാഹ നിശ്ചയം കഴിഞ്ഞ ശേഷം അവൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. जो व्यक्ति का मगनी हो चुकी है लड़की की, उसके मन के अंदर सिर्फ वही आशा आता है, मेरा होने वाला पति 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 पति, उन्हीं को प्रसन्न करने के बारे में हमेशा वो सोचता है. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നമ്മെ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി മണവാട്ടിയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. വിവാഹം നടന്നിട്ടില്ല. हालेलुया. प्रेरित पौलुस यहां बता रहा है कि यीशु मसीह जो दुल्हन है, दूल्हा है, उसके लिए हमको पवित्र कुमारी की तरह हालेलुया दुल्हन बनाया हुआ है परमेश्वर. अभी शादी नहीं हुआ. ഒരു കർത്താവ് മാത്രമേ നമുക്കുള്ളൂ. അനേക കർത്താക്കന്മാരിൽ ഒരു കർത്താവല്ല നമ്മുടെ കർത്താവ്. बहुतेरे प्रभुओं के बीच में एक प्रभु नहीं हमारा प्रभु एकलौता प्रभु है. ആ കർത്താവ് ആരാണെന്ന് ദൈവമക്കളാകുന്ന നാം അറിഞ്ഞിരിക്കണം. അവൻ ആരാണ്? वो प्रभु कौन है करके हर एक व्यक्ति यीशु मसीह पर विश्वास करने वालों को अच्छे पहचान होना जरूरी है. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം മുതലുള്ള വാക്യം ഒന്ന് വായിക്കാം. फिलिपियों की पत्री 2 अध्याय उसका 6 वचन से हम पढ़ेंगे. जिसने परमेश्वर के स्वरूप में होकर भी परमेश्वर के तुल्य होने को अपने वश में रखने की वस्तु ना समझा, वरन अपने आप को ऐसा शून्य कर दिया और दास का स्वरूप धारण किया और मनुष्य की समानता में हो गया. आमीन. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്ന അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി അവൻ ഭൂമിയിലേക്ക് വന്ന കർത്താവ്. हमारा प्रभु यीशु मसीह परमेश्वर का रूप स्वरूप में होने के बाद भी वो दास बनकर हमारे लिए ये धरती पर आया. പിതാവായ ദൈവത്തോടൊപ്പം സ്വർഗത്തിൽ വസിച്ചിരുന്ന കർത്താവ് ദാസരൂപമെടുത്ത് താണ നിലയിലേക്ക് വന്ന ഒരു മനുഷ്യനായി, ഒരു സാധാരണ മനുഷ്യനായി, ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് മാനവജാതിയാകുന്ന നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി യാഗമായി തീർന്നവനാണ് യേശു ക്രിസ്തു. हमारा प्रभु यीशु मसीह परमेश्वर की उपस्थिति में प्रभु का संग में रहने वाला, वो मनुष्यों के लिए एक दास बनकर गरीब से गरीब घर में जन्म होकर हमारे लिए अपने आप को छोटा बनाया.
അവൻ തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തത് എന്നെയും നിങ്ങളെയും ഹൃദയത്തിൽ കണ്ടുകൊണ്ടാണ്. उन्होंने मनुष्य का रूप में प्रकट होकर अपने आप को दीन दिया और यहाँ तक की आज्ञाकारिता की मृत्यु, हाँ क्रूस की मृत्यु भी सह ली. അതിന്റെ ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു, നമ്മെ മണവാട്ടിയായി ദൈവരാജ്യത്തിൽ എത്തിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ കർത്താവ് प्रभु की उद्देश्य एक ही था कि हमको अपना दुल्हन बनाकर, हालेलुया, जो इकलौता दुल्हा यीशु के साथ स्वर्ग राज्य में ले जाए. പ്രിയപ്പെട്ട ദൈവജനമേ, ആ കർത്താവിനെ നാം വ്യക്തിപരമായി അറിയണം. ए मेरे आशीषों, व्यक्तिगत रूप से उस प्रभु यीशु मसीह को जानना जरूरी है. അവൻ നമുക്ക് വേണ്ടി ചെയ്ത നന്മകളെ നാം ഓർക്കണം. उन्होंने हमारे लिए किया हुआ भलाइयों को पक्का जानकारी रखिए. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള ചില വാക്യങ്ങളോടൊന്ന് വായിക്കാം. कोलोसियों का पत्री पहला अध्याय उसका 15 वचन से कुछ वचन हम पढ़ेंगे. കർത്താവിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. प्रभु की श्रेष्ठता के बारे में वहां लिखा हुआ है. वो तो अदृश्य परमेश्वर का प्रतिरूप और सारी सृष्टि में पहलौटा है, क्योंकि उसी में सारी वस्तुओं की सृष्टि हुई. स्वर्ग ही अथवा पृथ्वी की, देखी या अनदेखी, क्या सिंहासन, क्या प्रभुताएं, क्या प्रधानताएं, क्या अधिकार, सारी वस्तुएं उसी के द्वारा और उसी के लिए सृजी गई हैं. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്ന അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാണ്. हालेलुया. यहाँ लिखा है वो तो अदृश्य परमेश्वर का प्रतिरूप और सारी सृष्टि में पहलौटा है. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, ഈ സകലതും അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. यहाँ लिखा है पृथ्वी की हो या देख की हो, अंधे की हो, सिंहासन हो, या क्या प्रभुताएं हो या प्रधानताएं हो या अधिकार हो, सारी वस्तुएं प्रभु के लिए सृजी गई है. പ്രിയപ്പെട്ട ദൈവജനമേ, നാം ആരാധിക്കുന്ന, നാം സേവിക്കുന്ന യേശു ക്രിസ്തു ആരെങ്കിലും പറഞ്ഞ ഒരു കഥയോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ തോന്നിയ ചിന്തകളോ അല്ല, മറിച്ച് പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തി തന്നിരിക്കുന്ന നിയമമാണ് നാം പഠിച്ചിരിക്കുന്നത്. हालेलुया. यहां तक मैं आपको बता रहा, दुनिया बनाए हो कोई कहानी की बात नहीं. जो आप सुन रहे हैं, परमेश्वर की पवित्र आत्मा का द्वारा जो संभव धरती पर हुआ उसी समय, हालेलुया, लिखा हुआ बात है, जो अभी हम जो पढ़ रहा है, जो हम विश्वास कर रहा है. ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിനാൽ രചിക്കപ്പെട്ടതായ ദൈവത്തിന്റെ വചനത്തിൽ ക്രിസ്തു എന്തിനു വേണ്ടി വന്നു, അവൻ എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു, കർത്താവ് ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രവാചകന്മാരിലൂടെ അതൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. यीशु मसीह धरती पर आज से 2000 साल पहले आने से पहले, यीशु मसीह का जन्म से 1500 साल पहले ही इसके बारे में लोगों, भविष्यवक्ताओं के द्वारा, नबियों के द्वारा, हालेलुया, प्रभु ने वचनों में लिखा पढ़ी की हुई थी. ആ കർത്താവിനെ വ്യക്തിപരമായി നാം അറിയണം. उस प्रभु परमेश्वर को हम व्यक्तिगत रूप से अच्छे से जान लीजिएगा. അവൻ ഇഷ്ടമില്ലാത്ത എന്ത് കാര്യവും നമുക്ക് എത്ര ഇഷ്ടപ്പെട്ടതാണെങ്കിലും നാം ഉപേക്ഷിക്കാൻ തയ്യാറാകണം. हमारा परमेश्वर को जो प्रसन्न नहीं है, पसंद नहीं है, वो ऐसी वस्तु हमको ना कभी छूना है. ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുന്ന സമയത്ത് അവിടെ ഭർത്താവിന് ഏതെങ്കിലും ഒരു കാര്യം ഇഷ്ടമല്ല എങ്കിൽ പിന്നീട് അവൾ അത് ചെയ്യാൻ പോവുകയില്ല. കാരണം അവൾക്കറിയാം എന്റെ ഭർത്താവിന് ഇത് ഇഷ്ടമല്ല. एक लड़की की मंगनी होने के बाद उसके अंदर ये होश रहता, मेरा पति जो पसंद करते
वही चीज मैं करूंगा। പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, കർത്താവ് നമ്മുടെ ആത്മമണവാളനാണ്. നമ്മെ വിവാഹം കഴിക്കുവാൻ വേണ്ടി കർത്താവ് വാനമേഘത്തിൽ വരും. ആ കർത്താവിന് ഇഷ്ടമില്ലാത്തത് ഒന്നും നാം ചെയ്യരുത്. हम प्रभु के लिए अलग किया हुआ लोग है, हमको ले जाने के लिए हमारा दूल्हा हालेलुया मेखों में बहुत जल्दी हमको ले जाने के लिए आने वाला है। കോരിന്തിലുള്ളതായ ദൈവസഭയോട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഇതാണ്: എപ്രകാരം ഹൗവ അബദ്ധത്തിൽ ചാടി പാപത്തിൽ വീണ് അത് കാരണം ലോകത്തിന് നാശം സംഭവിച്ചു, അതേപോലെ നമുക്ക് നാശം സംഭവിക്കാൻ പാടില്ല. प्रेरित पौलोस कोरिन्थियों की कलीसिया को बता रहा है कि जैसे हव्वा को हालेलुया सांप ने चौधराई से बहकाया, आप कभी भी उस चौधराई में आप फंसने न पाए। നാം മനസ്സിലാക്കണം, എന്നെ കർത്താവിന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. आप अपने आप को ये होश में रहे, ये याद कीजिए, परमेश्वर प्रभु यीशु मसीह के लिए आपको हालेलुया आपकी मगनी किया हुआ है। വെളിപ്പാട് പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം നാം പഠിക്കുന്ന സമയത്ത് തന്നെ 12-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവന്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. हालेलुया प्रकाशित वाक्य 12 अध्याय में लिखा है, उनकी हालेलुया दुल्हन अपने आप को सजाया हुआ है करके लिखा है। ഇന്ന് വിവാഹം കഴിക്കുവാനായി പോകുന്നതായ വധുവിനെ പല ആൾക്കാരും ചേർന്നാണ് ഒരുക്കി മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകുന്നത്. हम देखे हैं जो बारात के लिए जो सजाते हैं, जो दुल्हन है हालेलुया, उसको बहुत सारे लोग मिलकर ब्यूटी पार्लर वाला सब मिलाकर उसको सजाता है। എന്നാൽ ദൈവമക്കളാകുന്ന നമ്മെ ഒരുക്കേണ്ടത് നാം തന്നെയാണ്. വേറൊരു വ്യക്തിക്ക് നമ്മെ ഒരുക്കുവാൻ കഴിയുകയില്ല. हालेलुया जो प्रभु की संतान होने के वजह से हमको सजाने वाला हम खुद है, दूसरे आपको सजा नहीं सकता। അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. इसलिए प्रभु की पवित्र वचन लिखा है, उनकी दुल्हा हालेलुया दुल्हन अपने आप को सजा दिया करके। അതുകൊണ്ട് ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, നാം കർത്താവിന്റെ മണവാട്ടിയാണെന്നുള്ള ബോധ്യത്തോടു കൂടി വേണം ഓരോ നിമിഷവും നാം ജീവിക്കുവാൻ. हालेलुया हम हमेशा अपने आप को ध्यान कीजिएगा, आप प्रभु के लिए अलग किया हुआ व्यक्ति है। आपके दैनंदिन जीवन में, रोज का जीवन में आपको ये होश होना जरूरी है। ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് പല ആവശ്യങ്ങളുണ്ട്, പലരോട് ഇടപെടേണ്ടതായ കാര്യങ്ങളുണ്ട്. എന്നാൽ അവിടെയെല്ലാം നാം ഓർത്തിരിക്കണം, ഞാനൊരു ദൈവ പൈതലാണ്, ഞാൻ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്, ഞാൻ ചെയ്യേണ്ടത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ये धरती पर आप जीवित रहते तो अलग अलग व्यक्तियों के साथ आपका मुकाबला, आपका सामना करना पड़ता है। उस सब हर जगह आपको ये ध्यान होना जरूरी है, मैं एक प्रभु की बेटा हूं, सर्वशक्तिमान की इच्छा के विरुद्ध एक भी काम मैं नहीं करूंगा। നമ്മെ കർത്താവിന്റെ കൃപയിൽ നിന്നും മാറ്റുവാൻ, മണവാട്ടി സ്ഥാനത്ത് നിന്ന് നമ്മെ ഏത് രീതിയിലും മാറ്റുവാൻ ദുഷ്ടനായ പിശാച് പല തന്ത്രങ്ങളും മെനഞ്ഞ് നമ്മുടെ കൂടെ കൂടും. जो दुल्हन है हालेलुया उसको उस स्थान से हटाने के लिए, परमेश्वर की प्रिय दुल्हन की जगह से आपको हटाने के लिए शैतान कोई न कोई बहका कर आपके जीवन के हालेलुया सामने आ सकता है। ലോകത്തിന്റെ ഉൽപ്പത്തി മുതൽ പിശാചിന്റെ ജോലി അത് തന്നെയാണ്. അവന്റെ ജോലി അവൻ ഭംഗിയായി ചെയ്യുന്നുണ്ട്. दुनिया का उत्पत्ति से लेकर आज तक शैतान यही काम करते आ रहा है। आप ध्यान करना, उसका काम वो अच्छे से कर रहा है। എന്നാൽ അവന്റെ ഉപായത്തിൽ നാം വീഴാൻ പാടില്ല. നാം ഓരോ പ്രാവശ്യവും നാം ദൈവവചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വേണം നമ്മുടെ ഓരോ സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുവാൻ. उनकी गतिविधियों में आप फंस न जाए। आप रोज वचन ध्यान कीजिए, प्रार्थना कीजिए, हर एक बात को आप प्रार्थना पूर्वक समीप कीजिए। അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. इसलिए ये लोग अजीजों, हम अपने आप को प्रभु की चार हाथों में दें।
കർത്താവിന്റെ വചനം ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും അവന്റെ വചനപ്രകാരം ജീവിക്കുവാനും ഒരു നിർണയം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് എടുക്കാം. आपको रोज वचन पढ़ने के लिए, ध्यान करने के लिए, प्रार्थना करने के लिए समय निकालने का एक निर्णय आज आप अपने जीवन में लीजिए. നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. അതിനെ യാതൊരു അശുദ്ധിയും കൊണ്ട് ബന്ധിക്കുവാൻ പാടില്ല. हमारा शरीर परमेश्वर का मंदिर है, उसके अंदर कोई भी अशुद्धि नहीं आना चाहिए. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? पहला कोरिन्थी 3:16 में लिखा है, क्या तुम नहीं जानते कि तुम परमेश्वर का मंदिर हो और परमेश्वर का आत्मा तुम पर वास करते हो. നാം ആരാണെന്ന് നാം അറിയണം. പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരങ്ങളാണ് നാം. നാം ലോക മനുഷ്യരെ പോലെ കള്ളം പറയുവാനും ചതിക്കുവാനും വഞ്ചിക്കുവാനും ഉള്ളവരല്ല, അവന്റെ മണവാട്ടിയായി ശോഭിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. हालेलुया. लोग दुनिया की लोगों की तरह उनकी धोखा में या फंस न जाए. आप परमेश्वर के लिए अलग किया हुआ व्यक्ति है, आप पवित्र व्यक्ति है. പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. हम अपनी आंखों को बंद करें, हम एक पलक प्रार्थना करेंगे. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രി സമയത്തിനായി സ്തോത്രം. स्वर्गीय पिता, ഇതിനോടൊപ്പമായിരിക്കാൻ, നിന്റെ വചനം ഷെയർ ചെയ്യുവാൻ സ്വർഗം തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. पिताजी आपके वचन के लिए धन्यवाद. प्रभु का दासों के द्वारा जो वचन सुनाया गया उसके ऊपर आपकी दया करुणा होने पाए. കർത്താവെ, സർപ്പം ഹവ്വയെ ചതിച്ചതുപോലെ ഞങ്ങളുടെ ഹൃദയം കർത്താവെ അങ്ങോട്ടുള്ള ബന്ധത്തിൽ നിന്നും അകന്നു പോകുവാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. पिताजी, जैसे हव्वा को सब सामने बहकाया, बहकाकर आपसे दूर कर कर पाप पर फंसाए, उसी जैसा पिताजी यीशु मसीह के लहू के द्वारा धोकर शुद्ध किया हमको. शैतान कभी भी बहकाकर आपसे दूर न करने पाए. ഈ ശബ്ദം കേട്ട സകലരെയും കർത്താവെ നിന്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നു, അവരുടെ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു. സ്വർഗം അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. पिताजी, आज ये आवाज सुना हुआ हर एक व्यक्तियों को, आगे यूट्यूब के द्वारा सुनने वाला हर एक व्यक्तियों को पिताजी उनके हृदय को स्पर्श करे, उनको छू ले, उनको बदल दे, उनको नया जीवन दे. पिताजी, സൗഖ്യദായകനായ കർത്താവേ, നിന്റെ ജനത്തിന് സൗഖ്യം ആവശ്യമുള്ള മേഖലകളിൽ കർത്താവ് സൗഖ്യം നൽകണമേ. ശാരീരികമായ അസ്വസ്ഥതകളുള്ളവർ, മാനസികമായ അസ്വസ്ഥതകളുള്ളവർ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുള്ളവർ, ഓരോരുത്തരുടെയും ബുദ്ധിമുട്ടും വിഷമവും കർത്താവേ നീ അറിയുന്നവനാണല്ലോ. നീ അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. पिताजी, कोई रोगी हो, कोई आर्थिक अवस्था से तंगी मुसीबत में हो, कोई टेंशन में हो, कोई अशांति अवस्था में हो, पिताजी आपकी स्वर्गीय दया करुणा उस व्यक्ति के ऊपर इसी समय उतर कर उस व्यक्ति के जीवन को छू ले, बदल दे. पिताजी, आपकी रास्ते पे, आपकी वचन के नजदीक रखे. पिताजी, കർത്താവേ, സകലവും നിന്റെ നാമത്തിന്റെ മഹത്വത്തിനാക്കി തീർക്കണമേ. അവിടുത്തെ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവേ, അവിടുത്തെ നാമം സ്തുതിക്കപ്പെടട്ടെ. നീ അല്ലാതൊരു ദൈവമില്ല, നീ അല്ലാതൊരു കർത്താവില്ല, നീ അല്ലാതൊരു രക്ഷകനില്ല. पिताजी, आप ही एक ही परमेश्वर, आप ही एक ही प्रभु है, आप ही एक ही नाम है. पिताजी, आपकी नाम की महिमा मिले, आपकी नाम को स्तुति मिले. हम हमेशा आपको धन्यवाद करते रहने पाए. അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടിയങ്ങളെ എല്ലാം താഴ്ത്തി ഏൽപ്പിക്കുന്ന അവിടുത്തെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. हमारी हर एक विषयों को आपकी कदमों में रखते हैं. आपने हमारी प्रार्थना को सुन लिया, उत्तर दे रहे. धन्यवाद. यीशु मसीह की पवित्र नाम में आमीन. ഇത്രയും സമയം അനുവദിച്ചെന്ന കർത്താവിന്റെ ദാസനോടും സഭയോടും കേട്ട ദൈവമക്കളോടും എന്റെ പ്രത്യേകമായിട്ടുള്ള എന്റെ നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു അച്ചായ, ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം പങ്കുവച്ചതിന്. प्रभु आपको बहुत से आशीष दे. आगे भी हालेलुया हमारे बीच में आने की कष्ट कीजिए. सिस्टर और പ്രാർത്ഥിക്കുകയോ ഓൺലൈനിലുണ്ടല്ലോ. ഹല്ലേലൂയ.